ഇത് ആട് 3 സിനിമ കാണാൻ പോയപ്പോഴുള്ള വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോയത്. എൻ്റെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തെങ്കിലും അത് ഇട്ടില്ല. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള മൂവിയാണ് ആട്. ആട് 1ഉം 2ഉം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതല്ല. പക്ഷേ എനിക്ക് ഷാജി പാപ്പൻ്റെയും ഡ്യൂഡിൻ്റെയും സാത്താൻ സേവ്യറിൻ്റെയൊക്കെ ഒരു ബീജിയം ഒരു 1000 തവണ തിയേറ്ററിലിട്ട് കണ്ടാലും സിനിമയ്ക്ക് കഥയൊന്നും ഇല്ലെങ്കിൽ ഇരുന്ന് കാണും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഫിൽറ്ററൊന്നും എടുത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് എത്തിയത്. ഈ കുട്ടിക്ക് SSLC എക്സാമായിട്ട് കൂടി വിളിച്ചപ്പോൾ ഫിലിം കാണാൻ ഒരു ഊസലില്ലാതെ വന്നു. ആ മുത്താണിപ്പാപ്പൻ സത്താണിപ്പാപ്പൻ ഈ വരി പാടാണ്ട് ഈ രംഗം നമുക്ക് കാണാൻ പറ്റില്ല. അത്രത്തോളം വൈബാണ്. ഇതിലെ എല്ലാ BGM ഒന്നിനൊന്നും മെച്ചമാണ്. ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ പറയാനേ പറ്റില്ല. പിന്നെ ഈ പോപ്കോണും അതും ഇതുമൊക്കെ വാങ്ങാൻ പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ ഒരു ഒരു ആട് 3 ഒരു വൈബിലാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഒരു പഴയ ഓരോ സീനുകളുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ റീകളക്ട് ചെയ്യുകയും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനൊരു നൊസ്റ്റാൾജിക് പടമാണ് എനിക്ക് ആടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡ്യൂഡ്, ആ വിനായകൻ്റെ വോയിസ് മോഡുലേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാമോദരൻ ഉണ്ണിമകൻ ഡെൽമാൻ ഇടക്കൊച്ചി എന്ന് പറയുന്ന ആ ഒരു സീനുണ്ട്. എനിക്കത് എപ്പോഴും എന്തോന്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സീനാണ്. ഈ പാട്ട് പ്ലേ ചെയ്ത് തീരുന്നവരെ കേട്ടോണ്ടിരുന്നത്. അതെൻ്റെ ചേട്ടനും പറഞ്ഞായിരുന്നു നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് പോവാം, അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും പാട്ടിനും. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ആരണ്ടൊക്കെ പറഞ്ഞ് കൂറപ്പടമെന്ന് വെറുതെ വന്നെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു ലോജിക്കൊന്നും നോക്കാതെ കാണേണ്ട ഒരു വൈബ് പടമാണ്. അതായത് വന്നവരും നിന്നവരും പോയവരും ഒക്കെ മണ്ടന്മാർ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോരാടണ ഒരു സിനിമയിൽ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെ ഈ സിനിമ കാണണം. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇതിലൊക്കെ വലിഞ്ഞേറി വന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒരുപാട് കോമഡി സീൻസും എല്ലാം എനിക്ക് വർക്കായി. പഴയ മൂവിയിലെ ഡയലോഗുകളെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പം പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ബിരിയാണി നമ്മുടെ അയൽവക്കത്തുള്ള ചേച്ചി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ടിരുന്നപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഇനി ഇത് ബിരിയാണി മാത്രമായിരിക്കും. എനിക്കത്ര ബിരിയാണി ഇഷ്ടമല്ല, എന്നാലും നുള്ളിപ്പറക്കി കഴിച്ചു. ഇതാണ് പീക്കു എന്ന് വിളിക്കപ്പെടുന്ന പീക്കാച്ചു. ഇവൻ ഇതിൻ്റെ മണം അടിച്ചപ്പോൾ ആലോചിക്കണേ ഇവളത് എവിടെ നിന്ന് ഈ ബിരിയാണിയെ കൊണ്ടുവന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ വിളിക്കുന്നതോറും അവൻ ഓരോ പ്രാവശ്യം വാലാട്ടി കാണിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ടോ ഇല്ലേന്ന്. ഞാൻ പിന്നെ ഞാൻ പോകുന്നുണ്ട് ഷൂഷു എന്ന് വിളിക്കുമ്പോൾ ഷൂഷു എന്ന് വിളിച്ചാൽ പിന്നെ ആരായാലും വരുമല്ലോ. അപ്പോൾ വന്നിങ്ങനെ ഒരു പ്രത്യേക തരം സ്റ്റെപ്പൊക്കെ ഇട്ട് തന്നിട്ട് തറയിൽ കിടന്ന് മെഴുകിയിട്ടൊക്കെ എണീക്കാറുണ്ട്. പിന്നെ ഞാൻ പറയും എടാ ഞാൻ പോവേണമെന്ന് പറഞ്ഞാലും ആഹാരം നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള നന്ദി പ്രകടനമാണ് കാണിക്കുന്നത്.